അടുത്ത നാമത്തിലേക്ക് നമുക്ക് പോകാം. പത്മരാഗശിലാദർശ പരിഭാവികപോലഭോ നവവിദ്രുമബിംബശ്രീന്യക്കാരീരധനച്ഛദാ ശുദ്ധവിദ്യാങ്കുരാകാരദ്വിജപംക്തിദ്വയോജ്വല കർപ്പൂരവീഡികാമോദസമാകർഷദ്ദിഗന്ധര നിജസല്ലാപമാധുര്യാ വിനിർഭൽസിത കച്ചപി മന്ദസ്മിതപ്രഭാപൂരമജ്ജത്കാമേശമാനസാം അനാകലിതസാദൃശ്യാചിബുഗശ്രീ വിരാജിതാം കാമേശബദ്ധമാംഗല്യസൂത്രശോഭിതകന്ധര. ഇനി നമ്മൾ ഓരോ വരിയായിട്ട് ഇതിൻ്റെ അർത്ഥം നോക്കാം. പത്മരാഗശിലാദർശ പരിഭാവികപോലഭൂ. പത്മരാഗ ശില ആദർശ, അതാണ് ശിലാദർശ. പത്മരാഗ ശിലാദർശ പരിഭാവി കപോല ഭൂ. പത്മരാഗം എന്ന് പറഞ്ഞാൽ പത്മരാഗം ഒരു കല്ലാണ്. പത്മരാഗ ശില, ശില എന്ന് പറഞ്ഞാൽ കല്ല്. പത്മരാഗശില, പത്മരാഗശില എന്ന് പറഞ്ഞാൽ പത്മരാഗത്തിൻ്റെ കല്ല്. പത്മരാഗശില ആദർശ, ആദർശം എന്ന് പറഞ്ഞാൽ കണ്ണാടി. അപ്പൊ പത്മരാഗശില കൊണ്ടുള്ള കണ്ണാടി, അതാണ് പത്മരാഗശിലാദർശ പരിഭാവി. പരിഭാവി എന്ന് പറഞ്ഞാൽ അതിനെ വെല്ലുന്ന. ഏതിനെ വെല്ലുന്ന? ഈ പത്മരാഗത്തിൻ്റെ കല്ലുകൊണ്ടുള്ള കണ്ണാടിയെ വെല്ലുന്ന, അതാണ് പത്മരാഗശിലാദർശ പരിഭാവി. കപോലഭൂ, ഏത്? കപോലം ഭൂ. ഭൂ എന്ന് പറഞ്ഞാൽ തടം. കപോലം എന്ന് പറഞ്ഞാൽ അമ്മയുടെ കവിൾത്തടം. അമ്മയുടെ കവിൾത്തടം കണ്ടാൽ പത്മരാഗത്തിൽ തീർത്ത കൽക്കണ്ണാടിയുടെ ആ ശോഭയേക്കാളൊക്കെ മനോഹരമായിരിക്കുന്ന പത്മരാഗക്കല്ല് പോലെ നല്ല സ്മൂത്തായിട്ടിരിക്കുന്ന പത്മരാഗക്കല്ലിൻ്റെ ശിലയെ വെല്ലുന്ന ഭംഗിയോടുകൂടിയവൾ, കവിൾത്തടമുള്ളവൾ, അതാണ് പത്മരാഗശില ആദർശ പരിഭാവി കപോലഭൂ. അടുത്ത വരിയോ? നവ വിദ്രുമ ബിംബ ശ്രീ ന്യക്കാരി രതന ഛദ. നവ വിദ്രുമ ബിംബ ശ്രീ ന്യക്കാരി രതന ഛദ. നവം, നവ, നവം എന്ന് പറഞ്ഞാൽ പുതിയത്. നവ വിദ്രുമ, വിദ്രുമം എന്ന് പറഞ്ഞാൽ പവിഴം. നവ വിദ്രുമ ബിംബം, ബിംബം എന്ന് പറഞ്ഞാൽ തൊണ്ടിപ്പഴം. അപ്പം പവിഴം പോലെ തൊണ്ടിപ്പഴത്തിൻ്റെയൊക്കെ ആ സൗന്ദര്യത്തോടു കൂടിയുള്ള പവിഴം പോലെയോ അല്ലെങ്കിൽ തൊണ്ടിപ്പഴത്തെ പോലെ, പവിഴം പോലെ ഇരിക്കുന്ന തൊണ്ടിപ്പഴത്തെ പോലെ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. നവവിദ്രുമ ബിംബശ്രീ, ബിംബശ്രീ, ശ്രീ എന്ന് വെച്ചാൽ സൗന്ദര്യം. ന്യക്കാരി, അതിനെ കീഴ്പ്പെടുത്തുന്ന. ന്യക്കാരി എന്ന് പറഞ്ഞാൽ അതിനെ കീഴ്പ്പെടുത്തുക. ഏതിനെ കീഴ്പ്പെടുത്തുന്ന? പവിഴം പോലെയുള്ള അല്ലെങ്കിൽ തൊണ്ടിപ്പഴത്തിൻ്റെ, പവിഴത്തിൻ്റെ തൊണ്ടിപ്പഴം, അല്ലെങ്കിൽ തൊണ്ടിപ്പഴം എന്ന് പറഞ്ഞത് ഒരുതരം പഴമാണ് തൊണ്ടിപ്പഴം. അല്ലെങ്കിൽ ബിംബം, പവിഴം ബിംബം എന്നൊക്കെ പറയുമ്പം പവിഴത്തിൻ്റെ പവിഴം പോലെ ഇരിക്കുന്ന ബിംബം, തൊണ്ടിപ്പഴത്തിനേക്കാൾ വെല്ലുന്ന അമ്മയുടെ ചുണ്ടുകൾ. നെക്കാരി, കീഴ്പ്പെടുത്തുന്ന സൗന്ദര്യമുള്ളവൾ. ഏതിനെ കീഴ്പ്പെടുത്തുന്നു? ഈ നെക്കാരി എന്ന് പറഞ്ഞാൽ കീഴ്പ്പെടുത്തുന്നു. രതന ഛദം, രതനം എന്ന് പറഞ്ഞാൽ പല്ല്. ആ രതനത്തെ ഛദമായിരിക്കുന്നത്, രതനം പല്ല്, പല്ലിനെ മൂടുന്നത്. പല്ലിനെ മൂടുന്നത് എന്താണ്? ചുണ്ടുകൾ. അപ്പം രതന ഛദ, ആ പല്ലിനെ മൂടുന്ന ചുണ്ടുകളോടുകൂടിയവൾ. എങ്ങനെയുള്ള ചുണ്ട്? പവിഴത്തെ, അല്ല തൊണ്ടിപ്പഴം പോലെ, പവിഴത്തെ വെല്ലുന്ന തൊണ്ടിപ്പഴം പോലെ ഇരിക്കുന്ന ചുണ്ടുകളോട് കൂടിയവൾ, അതാണ് നവവിദ്രുമ ബിംബ ശ്രീ ന്യക്കാരി രതന ഛദ. അടുത്തതോ? ശുദ്ധ വിദ്യ അങ്കുര ആകാര ദ്വിജ പങ്ക്തി ദ്വയ ഉജ്വല. അതാണ് ശുദ്ധവിദ്യാങ്കുരാകാര ദ്വിജപങ്ക്തി ദ്വയോജ്വല എന്ന് ചൊല്ലുന്നത്. നമ്മൾ ഓരോന്നും പിരിക്കുമ്പോൾ എങ്ങനെ വരും? ശുദ്ധ വിദ്യ അങ്കുര ആകാര, ശുദ്ധ വിദ്യാങ്കുര ആകാര ദ്വിജ പങ്ക്തി ദ്വയ ഉജ്വല. അതപ്പം എങ്ങനെയാണ് അതിൻ്റെ അർത്ഥം പറയുന്നത്? ശുദ്ധവിദ്യ, അതായത് ശ്രീവിദ്യാ മന്ത്രാക്ഷരങ്ങൾ. ശുദ്ധവിദ്യ
അങ്കുര, ആ ശ്രീവിദ്യാ മന്ത്രാക്ഷരങ്ങൾ അങ്കുരിച്ചതുപോലെ അല്ലെങ്കിൽ മുളച്ചതുപോലെ, അങ്കുര ആകാരം, ആ മുളച്ച ആ ആകാരത്തോടു കൂടിയ ദ്വിജം, ദ്വിജം എന്ന് വെച്ചാൽ പല്ല്, പങ്ക്തി ദന്തനിര, പല്ലിൻ്റെ ഒരു നിര, പല്ലിൻ്റെ നിര, ദ്വയ ഉജ്വല, രണ്ട് നിരയും, ദ്വയം എന്ന് വെച്ചാൽ രണ്ട്, ദ്വിജം പങ്ക്തി, അപ്പം രണ്ട് ദന്തനിരകളും, അതായത് 16 16 32 പല്ലുകളും ശുദ്ധവിദ്യയുടെ അല്ലെങ്കിൽ ശ്രീവിദ്യാ മന്ത്രത്തിൻ്റെ അക്ഷരങ്ങളായിട്ട് മുളച്ചിരിക്കുന്നു. അങ്ങനെ മുളച്ചിരിക്കുന്ന പല്ലുകളോടുകൂടി ഉജ്ജ്വലയായിട്ടിരിക്കുന്ന അമ്മയുടെ പല്ലുകളെല്ലാം ശുദ്ധ വിദ്യയുടെ അല്ലെങ്കിൽ ശ്രീവിദ്യാ മന്ത്രത്തിൻ്റെ അക്ഷരങ്ങൾ തന്നെയാണ് എന്നാണ് ലളിതാ സഹസ്രനാമം പറയുന്നത്. അപ്പം ലളിതാ സഹസ്രനാമത്തിൽ വിവരിക്കുന്ന അമ്മ നമ്മൾ തന്നെയാകുമ്പോൾ നമ്മുടെ പല്ലുകൾ, നമ്മുടെ ചുണ്ടുകൾ, നമ്മുടെ അക്ഷരങ്ങൾ, നമ്മൾ ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ, ഇതിനൊക്കെ എത്ര പവിത്രതയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അടുത്ത വരിയോ, കർപ്പൂരവീടിക ആമോദ സമ ആകർഷ ദിഗന്ധര, കർപ്പൂരവീടിക ആമോദ സമ ആകർഷ ദിഗന്ധര, ദിക് അന്തരാണ് ദിഗന്ധര, ദിക് അന്തര ദിഗന്ധര, അതായത് കർപ്പൂരവീടിക, കർപ്പൂരം വെച്ചിട്ടുള്ള വെറ്റില ചവയ്ക്കുന്ന അമ്മയുടെ ആ വായിൽ നിന്ന് വരുന്ന സുഗന്ധം, കർപ്പൂരവീടികാമോദം, ആമോദമയ, അത് കർപ്പൂരവീടിക അല്ലെങ്കിൽ കർപ്പൂരം വെച്ച സുഗന്ധദ്രവ്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള വെറ്റില ചവച്ചുകൊണ്ടിരിക്കുന്ന അമ്മയുടെ വായിൽ നിന്ന് വരുന്ന ആ സുഗന്ധം എല്ലാ ദിക്കുകളിലുള്ള എല്ലാ ദിക്പാലകരെയും എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുന്നു. അതായത് നമ്മുടെ വായിൽ നിന്നും പുറത്തേക്ക് വരുന്ന വാക്കുകൾ വിദ്യാമന്ത്രങ്ങൾ പോലെ ആവണം. ആ വായിൽ നിന്ന് വരുന്ന വാക്കുകളൊക്കെ മറ്റുള്ളവരെ നമ്മളിലേക്ക് ആകർഷിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളാവണം എന്നൊക്കെയാണ് ലളിതാ സഹസ്രനാമം നമ്മെ പഠിപ്പിക്കുന്നത്. അടുത്തതോ, കർപ്പൂര വീടികാമോദ സമാകർഷ ദിഗന്ധര, അത് കഴിഞ്ഞാൽ നിജ സല്ലാപമാധുര്യ വിനിർഭൽസിത കച്ചപി, നിജ സല്ലാപമാധുര്യ വിനിർഭൽസിത കച്ചപി, തൻ്റെ സല്ലാപമാധുര്യം കേട്ടിട്ട്, സല്ലാപമാധുര്യം എന്ന് പറഞ്ഞാൽ എന്തുവാ, തൻ്റെ സംഭാഷണം കേട്ടിട്ട് വിനിർഭൽസിതം എന്ന് പറഞ്ഞാൽ തൻ്റെ സംഭാഷണം അല്ലെങ്കിൽ തൻ്റെ സംസാര ചാതുര്യം കടത്തിവെട്ടുന്നതാണ്. ഏതിനെ? നിജ സല്ലാപമാധുര്യ വിനിർഭൽസിത കച്ചപി, കച്ചപിയെ കടത്തിവെട്ടുന്ന സംഭാഷണ ചാതുര്യമുള്ളവൾ, അല്ലെങ്കിൽ ആ അക്ഷരങ്ങളുടെ പ്രയോഗിക്കുന്ന ആ മാധുര്യം നമ്മൾ അത് കേൾക്കുമ്പോൾ, അമ്മയുടെ സംഭാഷണം കേൾക്കുമ്പോൾ കച്ചപി വീണയെ തോൽപ്പിക്കുന്ന തരത്തിലുള്ള അത്ര ശ്രുതിമധുരമായ സംഭാഷണ ചാതുര്യമുള്ളവളാണ് അമ്മ എന്നാണ് ലളിതാ സഹസ്രനാമം പഠിപ്പിക്കുന്നത്. കച്ചപി എന്ന് പറഞ്ഞാൽ സരസ്വതി ദേവിയുടെ വീണയാണ്. ഒരു കഥയുണ്ട് അതിൻ്റെ പിറകിൽ. അമ്മ ഇങ്ങനെ സംസാരിക്കുമ്പോൾ, സരസ്വതി ദേവി ഒരിക്കൽ വീണ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ സരസ്വതി ദേവിയോട് സംസാരിച്ചപ്പോൾ ഈ സരസ്വതി ദേവി തൻ്റെ വീണ പട്ടിട്ട് മൂടി വെച്ചു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആ വീണയ്ക്കിനി എന്തെങ്കിലും സംഭാഷണ ചാതുര്യം കേട്ടിട്ട് ആ വീണയിൽ എന്തെങ്കിലും അവസരമുണ്ടാകുമോ എന്ന് പേടിച്ചിട്ട് സരസ്വതി ദേവി വീണ പട്ടിട്ട് മൂടി വെച്ചു എന്നൊക്കെ ഇങ്ങനെ കഥ ഓരോരുത്തരും ആചാര്യന്മാരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ സംഭാഷണ ചാതുര്യം മറ്റുള്ളവർക്ക് അലോസരമുണ്ടാക്കാതെ വളരെ നാദാത്മകമായിരിക്കണമെന്നൊക്കെയാണ് ലളിതാ സഹസ്രനാമം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പം നമ്മളൊക്കെ എത്രമാത്രം സംഭാഷണത്തിലും സ്വഭാവ വൈശിഷ്ട്യത്തിലൊക്കെ നമ്മൾ എത്രമാത്രം മാറേണ്ടതുണ്ട് എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ഈഗോയും നമ്മുടെ അഹങ്കാരവും ഒക്കെ, നമ്മുടെ സംസാരം വളരെ ശബ്ദം കുറച്ചിട്ടുള്ളതാകുമ്പോൾ അതൊക്കെ അടങ്ങി ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു വീണയുടെ മാധുര്യത്തോടൊക്കെ ചേർന്നുള്ള സംഭാഷണത്തിലൂടെ സംസാരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളും സംസാരങ്ങളും ഒക്കെ വളരെ വിനയാന്വിതമായിരിക്കണമെന്നാണ് ഇതിൻ്റെയൊക്കെ ഒരു അർത്ഥം നമ്മളോട് പറയുന്നത്. അടുത്തതോ, നിജസല്ലാപമാധുര്യ വിനിർഭൽസിത കച്ചപി മന്ദസ്മിത പ്രഭാപൂരമജ്ജത് കാമേശമാനസ, മന്ദസ്മിത
പ്രഭാപൂര മജ്ജത് കാമേശ മാനസ. മന്ദസ്മിത പ്രഭാപൂരം കൊണ്ട്, ഒരു മന്ദസ്മിതം കൊണ്ട്, മജ്ജത് കാമേശമാനസ കാമേശന്റെ മനസ്സിനെ ഒരൊറ്റ മന്ദസ്മിതം കൊണ്ട് പിടിച്ചടക്കിയവൾ. അതായത് തൻ്റെ കാമേശന്റെ മനസ്സിനെ ഒരു മന്ദസ്മിതം തൂകിയപ്പോൾ തന്നെ കാമേശന്റെ മനസ്സലിഞ്ഞുപോയി. അത്രമാത്രം, അത്ര ഹൃദ്യമായ, അത്ര സന്തോഷകരമായ, അല്ലെങ്കിൽ അത്രമാത്രം മറ്റുള്ളവരുടെ മനസ്സിനെ കീഴടക്കുവാൻ പോന്ന മന്ദസ്മിതത്തോടു കൂടിയവൾ. അതാണ് മന്ദസ്മിത പ്രഭാപൂര മജ്ജത് കാമേശ മാനസ. കാമേശന്റെ മാനസത്തെ, തൻ്റെ ആഗ്രഹസിദ്ധിക്ക് അധീശനായിട്ടുള്ള, അതായത് ആഗ്രഹങ്ങളെ, കാമേശൻ എന്ന് വെച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങൾ എന്നൊക്കെ പറയാം, ജീവജാലങ്ങളുടെ ആഗ്രഹസിദ്ധിയെ അതിനധീശനായിട്ടുള്ളതാണ് കാമേശൻ. ആ ആഗ്രഹങ്ങളെ സാധിപ്പിച്ച് തരുന്നവൾ. അതാണ് ഒരു മന്ദസ്മിതം കൊണ്ടൊക്കെ നമ്മുടെ കാമേശം, അല്ലെങ്കിൽ കാമേശ്വരൻ എന്നൊക്കെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആഗ്രഹങ്ങൾ കൊണ്ട് കാമേശന്റെ മനസ്സിനെ കീഴടക്കിയതുപോലെ ഒരു മന്ദസ്മിതം കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും ഒക്കെ സാധിപ്പിച്ചു തരുവാൻ കഴിയുന്നവൾ എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഇനി അനാകലിത സാദൃശ്യ ചിബുക ശ്രീ വിരാജിത. അനാകലിത, അനാകലിത എന്ന് പറഞ്ഞാൽ ആർക്കും ഇതുവരെ ഒരിക്കലും കണക്ക് കൂട്ടാൻ പറ്റിയിട്ടില്ലാത്ത, അല്ലെ അളക്കാൻ പറ്റാത്ത, അനാകലിത സാദൃശ്യ ഒന്നിനോട് സാദൃശ്യം പെടുത്താൻ പറ്റില്ല. സാദൃശ്യ ചിബുക ശ്രീ വിരാജിത. ചിബുക എന്ന് വെച്ചാൽ അമ്മയുടെ താടി, കീഴ്ത്താടിയെയാണ്. ഒന്നിനോട് സാദൃശ്യപ്പെടുത്താൻ പറ്റാത്ത, അതിനോടൊന്ന് ചേർത്ത് വെക്കാൻ ഒന്നുമില്ലാത്ത, അത്രമാത്രം എന്താണ് പറയുന്നത്, ഒന്നിനോട് ഉപമിക്കാൻ പറ്റാത്ത അത്രമാത്രം മഹത്തരമായിട്ടുള്ള ചിബുകത്തോടു കൂടിയവൾ. ചിബുകം എന്ന് പറഞ്ഞാൽ താടി, അതിൽ വിരാജിക്കുന്നവൾ, ശോഭിക്കുന്നവൾ, കണക്ക് കൂട്ടിയിട്ടില്ലാത്ത, കണക്ക് കൂട്ടാനേ പറ്റാത്ത രീതിയിലുള്ള സൗന്ദര്യമാണ് അമ്മയുടെ സൗന്ദര്യത്തെ ഇത്രമാത്രം വർണ്ണിച്ചിട്ടുള്ള, അല്ലെങ്കിൽ പ്രപഞ്ചത്തെ ഇത്രമാത്രം, പ്രാപഞ്ചിക സൗന്ദര്യത്തെ ഇത്രമാത്രം വർണ്ണിച്ചിട്ടുള്ള ഒരു എന്താ പറയുന്ന ഒരു 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 ലളിത ഒരു സഹസ്രനാമം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതാണ് അനാകലിത സാദൃശ്യ ചിബുകശ്രീ വിരാജിത. കാമേശബദ്ധ മാംഗല്യസൂത്ര ശോഭിത കന്ധര. ചിലരിത് തെറ്റി ചൊല്ലുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. തെറ്റിന്ന് വെച്ചാൽ എവിടെ മുറിക്കണ്ടെന്ന് അറിയാൻ വയ്യാതെ. കാമേശബദ്ധ മാംഗല്യ സൂത്രശോഭിത കന്ധര. അതിൻ്റെ അർത്ഥം നമുക്ക് എത്ര മനസ്സിലാക്കിയാലും നമുക്കത് അർത്ഥം പറഞ്ഞു വരുമ്പോൾ അത് ഒട്ടും ചേരാതെ വരും. കാമേശബദ്ധ മാംഗല്യസൂത്ര ചൊല്ലുമ്പോൾ എങ്ങനെ ചൊല്ലണം? കാമേശബദ്ധ മാംഗല്യസൂത്ര ശോഭിത കന്ധര. കാമേശബദ്ധ മാംഗല്യസൂത്ര, കാമേശബദ്ധ മാംഗല്യ എന്ന് നിർത്തരുത്. കാമേശബദ്ധ മാംഗല്യസൂത്ര ശോഭിത കന്ധര അങ്ങനെ ചൊല്ലണം. കാമേശനാൽ ബന്ധിപ്പിക്കപ്പെട്ട, അല്ല കാമേശൻ ബന്ധിച്ചിട്ടുള്ള, അല്ലെ കാമേശൻ ധരിപ്പിച്ചിട്ടുള്ള, കാമേശനാൽ ബദ്ധമായിട്ടുള്ള കാമേശബദ്ധ മാംഗല്യസൂത്രം. അമ്മയുടെ കഴുത്തിൽ കാമേശൻ മാത്രമേ മാംഗല്യസൂത്രം അണിയിച്ചിട്ടുള്ളൂ. അപ്പം കാമേശനാൽ കെട്ടപ്പെട്ട മാംഗല്യസൂത്രം ധരിച്ചുകൊണ്ട് ശോഭിത കന്ധര, കഴുത്ത്, അമ്മയുടെ കഴുത്ത് കാമേശൻ ബന്ധിപ്പിച്ച ആ മാംഗല്യസൂത്രം കൊണ്ട് മനോഹരമായിരിക്കുന്ന ആ കഴുത്ത്, കഴുത്തോട് കൂടിയവൾ, അല്ലെങ്കിൽ കാമേശൻ ബന്ധിപ്പിച്ച മാംഗല്യസൂത്രം അണിഞ്ഞിരിക്കുന്നവൾ. ഇങ്ങനെയാണ് ഇത്രയും നാമങ്ങളുടെ അർത്ഥമൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ച് വരികൾ കൂടി നമുക്ക് നോക്കാം. എല്ലാവരും ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം കേൾക്കണം. പെട്ടെന്ന് നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാകുമല്ലോ. ഓരോ വാക്കും പിരിച്ച് പറഞ്ഞ് പറയാനായിട്ടും നാമം ചൊല്ലുമ്പോൾ അത് ശ്രദ്ധിക്കണം. ആ അർത്ഥം നമ്മൾ അറിഞ്ഞു ചൊല്ലുമ്പോഴാണ് നമുക്ക് നമ്മുടെ അമ്മയോട് നമുക്ക് ഒത്തിരിയും സ്നേഹം വരുന്നത്. ഓരോ വാക്കും മുറിച്ച് അതിൻ്റെ അർത്ഥം അറിഞ്ഞ് ചൊല്ലുവാൻ ശ്രമിക്കണം. എല്ലാവരുടെയും ജീവിതത്തിൽ ഈ ലളിതാ സഹസ്രനാമം ചൊല്ലുമ്പം നമ്മുടെ ക്യാരക്ടർ ഒരുപാട് മാറും. നമ്മുടെ ഈ നാവിൽ എപ്പോഴും ഈ നാമങ്ങൾ ഇങ്ങനെ തത്തിക്കളിച്ചുകൊണ്ടിരിക്കുമ്പം, കിടക്കാൻ നേരവും നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഒക്കെ ഈ ലളിതാ സഹസ്രനാമം ഇങ്ങനെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ ആവശ്യമില്ലാത്ത ലൂസ് സ്റ്റോക്കൊക്കെ മാറണം. നമ്മളെന്ന വ്യക്തി ആരാണെന്നും നമ്മളെന്ന വ്യക്തിയുടെ ഇമ്പോർട്ടൻസ്
നമ്മൾ മനസ്സിലാക്കണം. എത്ര ശക്തിയുള്ള ഒരു ശക്തിയാണ് നമ്മുടെ കുണ്ടലിനി ശക്തിയായി നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. ആ പരമേശ്വരി തന്നെ നമ്മുടെ കുണ്ടലിനിയായിട്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ സംസാരത്തിലും നമ്മുടെ ഓരോ സ്വഭാവത്തിലും സംസാരത്തിലും ഇടപെടലിലും പെരുമാറ്റത്തിലും എല്ലാം നമുക്ക് ഒരു നല്ല ക്യാരക്ടർ കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കണം. എല്ലാവർക്കും അത് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുന്നു. നമസ്കാരം.